ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് വരെ ജൂപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. ക്ഷുദ്രജീവികളുടെ കൂടോത്രം എന്ന മേലെഴുത്തോടു കൂടി ജൂലൈ 8 തിങ്കളാഴ്ച മനോരമ ദിനപത്രത്തിൽ വന്ന ആഴ്ചക്കുറിപ്പുകളിൽ ഒന്ന് എൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. അതെന്താണ് എന്ന് ചോദിച്ചാൽ, KPCC പ്രസിഡന്റ് കെ സുധാകരൻജിയുടെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെടുത്തപ്പോൾ തലയുടെ രൂപത്തിലായിരുന്നു അത്രേ കൂടോത്രം. സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ തലവനാണ് സുധാകരൻ. തല പോകാഞ്ഞത് ഭാഗ്യം എന്ന് സുധാകരൻ പറഞ്ഞു. ക്ഷുദ്രപ്രയോഗത്തിൻ്റെ ഭാഗമാണ് കൂടോത്രം. ഗൂഢപത്രം എന്നതാണ് പോലും യഥാർത്ഥ പ്രയോഗം. എഴുത്തോലകളിലും ക്രമേണ ചെമ്പുതകളിലും ഗൂഢമായ പ്രയോഗങ്ങൾ ഉള്ള വാക്കുകൾ ചേർത്ത് എഴുതി പ്രത്യേക സ്ഥാനങ്ങളിലോ ചില മൂലകളിലോ കുഴിച്ചിട്ടോ ഒളിപ്പിച്ചോ മനുഷ്യരെ ഭയപ്പെടുത്തി വന്നു. ഇന്ന് പല രൂപത്തിലും ഭാവത്തിലും സംഗതി പ്രത്യക്ഷപ്പെടാറുണ്ടത്രേ. ഈ ക്ഷുദ്രം ചെയ്യുന്നവരെയാണോ ക്ഷുദ്രജീവികളെന്ന് പറയുന്നത് അറിഞ്ഞുകൂടാ. എന്തായാലും സംഗതി ഗൗരവമുള്ളതാണ് എന്ന് പൊതുജനം അടക്കം പറയുന്നുണ്ട്. കൂടോത്രം ചെയ്യുന്നവരും വിശ്വസിക്കുന്നവരും വിഡ്ഢികളാണ് എന്നാണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ അഭിപ്രായം. ഈ കാലത്തും ഈ നിലയിലുള്ള ആഭിചാരക്രിയ നിലനിൽക്കുന്നു എന്നത് സത്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 19:13 മുതലുള്ള വാക്യങ്ങളിൽ എഫെസോസിലുണ്ടായിരുന്ന ചില മന്ത്രവാദികളെക്കുറിച്ചും അവരിൽ ഒരു കൂട്ടത്തിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. പൗലോസ് പ്രസംഗിക്കുകയും തന്നിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്ത സന്ദർഭങ്ങളിൽ ദേശാന്തര ഗമനികളായി നടക്കുന്ന ചില യഹൂദ മന്ത്രവാദികൾ എഫെസോസിലുണ്ടായിരുന്നു. തങ്ങളുടെ മന്ത്രവാദത്താൽ ദുരാത്മാക്കളെ ഒഴിപ്പിക്കുവാൻ കഴിവുള്ളവർ ആയിരുന്നു അവർ. സ്കേവ എന്ന ഒരു യഹൂദൻ്റെ 7 പുത്രന്മാർ ഈ ഗണത്തിൽപ്പെട്ടവരായിരുന്നു. കൂറിൻ്റെ ക്രമപ്രകാരം ഈ മനുഷ്യൻ മഹാപുരോഹിതനായി നിയമിക്കപ്പെട്ടിരുന്നു. ഒരു നാൾ ഇദ്ദേഹത്തിൻ്റെ പുത്രന്മാർ ഒരു ഭൂതഗ്രസ്തനിൽ നിന്നും ഭൂതത്തെ പുറത്താക്കുവാൻ ശ്രമിക്കുമ്പോൾ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു എന്ന് അവർ വിളിച്ചു പറഞ്ഞു. അവർ ഈ വാക്കുകളെ ഉരുവിട്ടുവെങ്കിലും ആ വാക്കുകൾക്ക് ദൈവശക്തി വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഭൂതങ്ങൾ അനുസരിച്ചതുമില്ല. ദുരാത്മാവിൻ്റെ മറുപടി രസകരവും ശ്രദ്ധാർഹവുമാണ്. യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങളാരാണ്? 15-16 വാക്യങ്ങളിൽ ദുരാത്മാവിനെയും ദുരാത്മാ ബാധിതനായ മനുഷ്യനെയും തമ്മിൽ വ്യക്തമായി വേർതിരിച്ചിരിക്കുന്നത് കാണാം. 15-ാം വാക്യത്തിൽ ദുരാത്മാവ് സംസാരിക്കുന്നു. യേശുവിനെയും പൗലോസിനെയും അറിയാം, നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു. മന്ത്രവാദികളെ ദൈവം അറിയുന്നില്ല, പിശാച് പോലും അവരെ കൈവിടുകയാണ്. 16-ാം വാക്യത്തിൽ ദുരാത്മാവുള്ള മനുഷ്യൻ സ്കേവയുടെ പുത്രന്മാരുടെ മേൽ ചാടി വീഴുന്നു. എന്നിട്ട് അവരെ കീഴടക്കി ജയിച്ച് നഗ്നരും മുറിവേറ്റവരുമായി ഓടിക്കുകയാണ്. ഭൂതഗ്രസ്തരുടെയും മന്ത്രവാദികളുടെയും അവസ്ഥ പരിതാപകരം തന്നെ. സാത്താന ശക്തി പരാജയപ്പെട്ട വിവരം എവിടെയും വ്യാപിച്ചതോടെ ആളുകൾക്ക് മഹാഭയമുണ്ടായി. യേശുവിൻ്റെ നാമം മഹത്വപ്പെട്ടു. ക്ഷുദ്രപ്രയോഗം ചെയ്തു വന്ന് പലരിലും ശക്തമായ ദൈവാത്മാ പ്രവർത്തനം ഉണ്ടായതുമൂലം വലിയ ഒരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അവർ എല്ലാവരും മാനസാന്തരപ്പെട്ട് തങ്ങളുടെ ദോഷകരമായ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. തുടർന്ന് തങ്ങളുടെ മാനസാന്തരത്തിൻ്റെ പരസ്യപ്രകടനം എന്ന നിലയിൽ അവരുടെ മന്ത്രവാദ പുസ്തകങ്ങളെ തീവച്ച് ചുട്ടുകളഞ്ഞു. അതിൻ്റെ വില കണക്കുകൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. നമ്മുടെ ഇന്നത്തെ രൂപയുടെ വിലയിൽ ഇത്ര രൂപ എന്ന് കൃത്യമായി പറയുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ആ കാലത്ത് ഒരു ദിവസക്കൂലി എന്നുള്ളത് ഒരു വെള്ളിക്കാശായിരുന്നു. അങ്ങനെയെങ്കിൽ വലിയ തുകയ്ക്കുള്ള മന്ത്രവാദ പുസ്തകങ്ങളാണ് അവർ നശിപ്പിച്ചത്. യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് അതാണ്. തീയതിനെ പുറത്ത് നല്ലതിനോട് ചേരുക. സ്നാപയോഹന്നാൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ലൂക്കോസ് 3:8 മുതൽ വായിക്കുന്നത്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് പറയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിനെ കോടാലി വച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിൽ ഇടപ്പെടും. എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് പുരുഷാരം അവനോട് ചോദിച്ചു. അതിനവൻ,
2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനം ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനമേൽക്കുവാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതിൽ അധികമൊന്നും ജനത്തിൽ നിന്നും പിരിച്ചെടുക്കരുത് എന്ന് പറഞ്ഞു. പടജനവും യോഹന്നാനോട് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ത് എന്ന് ചോദിച്ചതിന്, ആരെയും പീഡിപ്പിക്കാതെയും ചതിവായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. തുടർന്ന് പറഞ്ഞത്, എന്നിലും ബലവാൻ ആയവൻ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള മനുഷ്യൻ മാനസാന്തരപ്പെട്ട വിവരം ലൂക്കോസ് സുവിശേഷം 19:1 മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8-ാം വാക്യത്തിൽ സക്കായി കർത്താവിനോട് പറഞ്ഞത്, കർത്താവേ, ഞാൻ എൻ്റെ വസ്തുവകയിൽ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു. വലുതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന് പറഞ്ഞു. നാം പറഞ്ഞു തുടങ്ങിയത് ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരെ പറ്റിയാണ്. മാനസാന്തരപ്പെട്ടാൽ ക്ഷുദ്രപ്രയോഗം ചെയ്തവർക്കും രക്ഷയുണ്ട്. ഗൂഢപത്രം എഴുതിയവർക്കും രക്ഷയ്ക്കുള്ള മാർഗമുണ്ട്. ചുങ്കക്കാരനും രക്ഷ പ്രാപിക്കാം. ഏതൊരു പാപിക്കും രക്ഷയുണ്ട്. എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവകൽപ്പന മാനിച്ച് മനം തിരിയുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.